നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഷൈൻ ടോം ചാക്കോയുടെ വെളിപ്പെടുത്തൽ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് കൊച്ചിയിലെ പോലീസ് ഏമാന്മാർ മുഴുവനും. തങ്ങളുടെ മൂക്കിന് തുമ്പിന് താഴെ ഇത്ര വലിയൊരു രാസലഹരി MDMA മയക്കുമരുന്ന് സാമ്രാജ്യം തഴച്ചു വളരുകയാണെന്ന് അവർക്ക് ഇത്രയും നാൾ ബോധ്യപ്പെട്ടിരുന്നില്ല. കേരളത്തിൽ ഏറ്റവും അധികം സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചി മഹാനഗരവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഇവിടെയെല്ലാം വളരെ വിപുലമായ തോതിൽ രാസലഹരിയും മയക്കുമരുന്നും വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്നും വളരെ പ്രമുഖരായ ചലച്ചിത്രകാരന്മാർ, അഭിനേതാക്കൾ, നടന്മാർ, നടികൾ ഇവരെല്ലാവരും ഈ മയക്കുമരുന്ന് മാഫിയുമായി അടുത്ത ബന്ധമുള്ളവരുമാണെന്നുള്ള സൂചനയാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തപ്പോൾ ഇന്ന് പോലീസിന് ലഭിച്ചത്. 32 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യാവലിയുമായിട്ടാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനായി ഇന്ന് പോലീസ് ഇരുന്നത്. ആദ്യമൊക്കെ പോലീസിന്റെ കയ്യിൽ നിന്നും നിഷ്പ്രയാസം വഴുതിപ്പോയ ഷൈൻ ടോം ചാക്കോയെ അവസാനം സ്വന്തം മൊബൈൽ തന്നെ ചതിച്ചു. തൻ്റെ കയ്യിലുള്ള ഒരു മൊബൈലാണ് പോലീസിനായി ഷൈൻ ടോം ചാക്കോ നൽകിയത്. മറ്റ് 2 മൊബൈലുകൾ ഇതുവരെ പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടുമില്ല. എന്നാൽ ആ മൊബൈലിൽ നിന്നും എന്തിനാണ് മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ സജീറിന് കോളുകൾ പോയതെന്നും 20,000 രൂപ കൈമാറ്റം ചെയ്തതെന്നുമുള്ള ചോദ്യമാണ് ശരിക്കും ഷൈൻ ടോം ചാക്കോയെ കുടുക്കിയത്. അപ്പോഴാണ് അദ്ദേഹം ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. മലയാളത്തിലെ 6 പ്രമുഖ താരങ്ങൾ, അതിൽ 2 പേർ ചലച്ചിത്ര നടികളാണ്, 2 സംവിധായകനും ഭാര്യയും, ഇതടക്കമുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ മയക്കുമരുന്ന് മാഫിയുമായി അടുത്ത് ബന്ധമുള്ളവരാണെന്നാണ് ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയതത്രേ. ഇത് കേട്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി. കാരണം ഈ പറഞ്ഞ പേരുകളെല്ലാം മലയാള സിനിമാ രംഗത്ത് പുതുതലമുറയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളാണ്. വലിയ തോതിലുള്ള സിനിമാ നിർമ്മാണവും സിനിമാ സംവിധാനവും എല്ലാം ചെയ്യുന്ന കമ്പനികളുടെ ഉടമകൾ കൂടിയാണ് ഇവരെല്ലാവരും കൊച്ചിക്കാർ തന്നെ എന്നല്ല, കൊച്ചിയുടെ പുറത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നെല്ലാം കൊച്ചിയിലെത്തി താമസിച്ച് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരുകളും ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടത് 3 ഇപ്പോൾ ചലച്ചിത്ര നടന്മാരാണ്. പുതിയ തലമുറയിലെ 3 പ്രഗത്ഭരായ ചലച്ചിത്ര നടന്മാർ. അതിൽ ഒരാളുടെ പേര് ഇതുവരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ല. വളരെ സൂപ്പർ നായക പദവിയിൽ നിൽക്കുന്ന ഈ നായകന് ഇതുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും അടുത്തയിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വിവാദമായ കാര്യവും പോലീസ് ഉദ്യോഗസ്ഥർ അനുസ്മരിക്കുന്നുണ്ട്. ഏതായാലും 6ഓളം ചലച്ചിത്ര താരങ്ങൾ, നടന്മാരും നടികളും അടക്കമുള്ള 6ഓളം ചലച്ചിത്ര താരങ്ങൾക്ക് കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരമാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിന് നൽകിയത്. ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചാൽ കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരിലേക്ക് അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പാണ്. വളരെ പ്രമുഖരായ ചില ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും ഇവരുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഈ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടവരുടേതാണെന്നും പോലീസിന് ഇപ്പോൾ ഏറെക്കുറെ അനുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരെയൊന്നും അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആരും തയ്യാറായില്ല. എങ്കിലും മലയാളത്തിലെ ചില പ്രമുഖ നടന്മാരുടെ, സൂപ്പർ താര പദവിയിലേക്കുള്ള ചില പ്രമുഖ നടന്മാരുടെ സിനിമകൾ പിടിച്ച ആളുകൾ അല്ലെങ്കിൽ സിനിമകൾ നിർമ്മിച്ച ആളുകളെല്ലാം ഈ ഇത്തരം മാഫിയകളുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് സിനിമകൾ നിരന്തരം പൊട്ടുമ്പോഴും അവർ വീണ്ടും സിനിമകൾ പിടിക്കാൻ നിർമ്മാതാക്കളായി രംഗത്തിറങ്ങുന്നതെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഷൈൻ ടോം ചാക്കോ വളരെ കൃത്യമായ ചില വിവരങ്ങൾ പോലീസിന് നൽകിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനത്തെ ചോദ്യങ്ങളിൽ 28, 29, 30, 31, 32 ഈ ചോദ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോയെ കുടുക്കിയത്. അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളിലാണ് ഷൈൻ ടോം ചാക്കോയും മയക്കുമരുന്ന് മാഫിയുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പോലീസ് ആരോപിക്കപ്പെടുന്ന ആ ബന്ധത്തിന്റെ വിവരങ്ങൾ ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്ന് ഉപയോഗം ഒരു തമാശയായിട്ടാണ് പോലീസും സർക്കാരും കണ്ടതെങ്കിൽ ഇനി അങ്ങനെ തമാശയായിട്ട് കണ്ടാൽ പോരാ, ഒരു മയക്കുമരുന്ന് മാഫിയുടെ വലിയ നീരാളിപ്പെടുത്തത്തിലാണ് ഈ സിനിമാ സെറ്റുകൾ എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ളതെന്ന് നമുക്കറിയാൻ കഴിയുന്നു.